SP ശരത്തിൻ്റെ ഉറക്കപ്പിശാച്. ഐറോണിക്കലി കുറച്ച് നാളായിട്ട് എൻ്റെ ഉറക്കം കളഞ്ഞൊരു പുസ്തകമാണിത്. എന്നാൽ ഇത് ഈ പുസ്തകത്തിലുള്ള ചില ഹൊറർ എലമെൻറ്റ്സ് കൊണ്ട് മാത്രമല്ല, ഇതിലെ പല കാര്യങ്ങളും ഓപ്പൺ എൻഡഡ് ആണ് എന്നതുകൂടി ഉള്ളത് കൊണ്ടാണ്. എന്നിരുന്നാലും ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ മലയാള സാഹിത്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു അപ്രോച്ച് കൊണ്ടുവന്ന എഴുത്തുകാരൻ്റെ ഈ പുസ്തകം ഒരു റിവ്യൂ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഉറക്കപ്പിശാച് സഞ്ചരിക്കുന്നത് നാരായണൻ വാപ്പൻ്റെ കഥകളിലൂടെയാണ്. അങ്ങനെ വാപ്പൻ പറയുന്ന 12 കഥകളിലൂടെ വാപ്പൻ്റെ നിഗൂഢമായ ജീവിതത്തിലേക്ക് ഉറക്കപ്പിശാച് നമ്മളെ കൊണ്ടുപോകുന്നു. ഓരോ കഥ കഴിയുമ്പോഴും വായനക്കാരൻ്റെ ക്യൂരിയോസിറ്റി കൂട്ടാൻ ഈ പുസ്തകത്തിന് കഴിയുന്നുണ്ട്. ഉറക്കപ്പിശാച് എന്ന പേര് ഈ പുസ്തകത്തിന് എത്രത്തോളം ചേർന്നതാണെന്ന് കാണിക്കുന്ന സുഭദ്ര കുഞ്ഞമ്മ പറയുന്ന കഥ അതിൻ്റെ മിസ്റ്ററി കൊണ്ടും ബ്രൂട്ടാലിറ്റി കൊണ്ടും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ വായനയ്ക്ക് ശേഷവും ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ കിടപ്പുണ്ടായിരുന്നു. റാഷണലിസവും ഇറാഷണലിസവും ഒരുപോലെ കൊണ്ടുപോകുന്നത് എൻ്റെ OCD ബ്രെയിനെ പിടിച്ചു കുലുക്കിയതാകാൻ കാരണം. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് റിക്കവർ ആവാൻ കുറച്ച് സമയമെടുക്കും. ഒരു ക്ലിഫ് ഹാങ്ങറിൽ നിർത്തുന്ന പുസ്തകം നെക്സ്റ്റ് പാർട്ട് ഉണ്ടെന്നുള്ള സൂചന നൽകുന്നുണ്ട്. വളരെ ബോൾഡായ ഒരു അറ്റംപ്റ്റാണ് ഉറക്കപ്പിശാച്. ട്വിസ്റ്റി ത്രില്ലർ ഫിക്ഷൻ ഇഷ്ടമുള്ളവർക്ക് വായിക്കാവുന്നതാണ്.